ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. ജെയിംസ് ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ തുച്ഛമായ കുറച്ച് അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. ധേ വന്നു ധാ പോയി എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് പറയുന്നു പെട്ടെന്ന് പോകുന്നു. അപ്പോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് തഗ് ലൈഫ് എന്ന് പറയുന്ന നമ്മുടെ ഉലക നായകൻ കമൽ ഹാസൻ നായകനായിട്ട് വരുന്ന സിനിമയില് ഷൂട്ടിങ്ങിനിടെ ചെറിയൊരു അപകടം. ജോജു ജോർജിന് ഭയങ്കരമായ അപകടം പറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പേഴ്സണലി കുറച്ച് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. എനിവേ, അത്രമാത്രം വലിയ അപകടമൊന്നുമല്ല, പക്ഷെ അപകടം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. നടൻ ജോജു ജോർജിന് തഗ് ലൈഫ് ഷൂട്ടിങ്ങിനിടെ പരിക്ക്. കമൽഹാസനും നാസറിനും ഒപ്പമുള്ള ഹെലികോപ്റ്റർ രംഗം ചിത്രീകരിക്കുന്നിടെയാണ് അപകടം. ഹെലികോപ്റ്ററിൽ നിന്ന് ചാടുന്ന രംഗം ചിത്രീകരിക്കുന്നിടെയാണ് അപകടം ഉണ്ടായത്. ഇടതുകാൽ പാദത്തിന്റെ എല്ലിന് പൊട്ടലുണ്ട് എന്നാണ് റിപ്പോർട്ട്. പാദത്തിന്റെ എല്ലിന് പൊട്ടലുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഭീഷണിയായിട്ടൊന്നും വന്നിട്ടില്ല. ചെറിയ സർജറിക്ക് ഉണ്ടാകുമായിരിക്കും, പൊട്ടലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെസ്റ്റും വേണ്ടി വന്നേക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നസീറിനും പിന്നെ ആരുടെ കൂടെയാണ്, കമൽഹാസനും ഒപ്പം ഉള്ള ഫൈറ്റ് രംഗം, ഷൂട്ട്, അടി ഒക്കെ പറയുമ്പോൾ ഭയങ്കര എന്തോ സംഭവമാണ് വരാതിരിക്കുന്നത്. മാത്രമല്ല ജോജുവിന്റെ ക്യാരക്ടറും അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ ആയിരിക്കാം, അല്ലെ. സെക്കൻഡ് അപ്ഡേറ്റ്, തങ്കലാൻ പാരഞ്ജിത്ത് ഡയറക്ട് ചെയ്ത് നമ്മുടെ ചിയാൻ വിക്രം നായകനായിട്ട് വരുന്ന സിനിമ. പാർവതി തിരുവൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ മലയാളി നടിയുണ്ട്. അതല്ലാതെ വേറെ ഒരുപാട് വലിയ വലിയ കാസ്റ്റുള്ള സിനിമ തന്നെയാണ്. അതിന്റെ ആദ്യത്തെ ഒരു പോസ്റ്റർ വന്നതിന് മുതൽ അങ്ങോട്ട് പിന്നെ ഭയങ്കരമായിട്ട് ഹൈപ്പ് കിട്ടിയുള്ള ഒരു സിനിമയാണ്. പുതിയൊരു പോസ്റ്റ് നമ്മുടെ ചിയാൻ വിക്രം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് സാധനം? എല്ലാ സമയത്തും പറയാനുള്ളത് ഒരൊറ്റ കാര്യം തന്നെയാണ്. കാരണം ചിയാൻ വിക്രം എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്താലും അത് ട്രെൻഡാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്താലും അതിൽ വെറൈറ്റി ഉണ്ടാവും. മാത്രമല്ല പുള്ളിയുടെ ഡെഡിക്കേഷൻ ലെവൽ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഏത് സിനിമ എടുത്തു നോക്കിയാലും ഇവിടെയും ഓഫ് കോഴ്സ് മറ്റൊരു ഐ അല്ലെങ്കിൽ മറ്റൊരു അന്യൻ പോലെയൊക്കെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്യുന്നത്. അത്രയും സ്കെൽറ്റായി, അത്രയും തടി കുറച്ച് നമ്മളതിന്റെ ടീസറും ഗ്ലിംസും ഒക്കെ കണ്ടിട്ട് ശരിക്കും കിളി പാറിയിട്ടുണ്ട്. അത്ര നല്ലൊരു പെർഫോമൻസ് ആണ് നമ്മൾ ഇതിൽ നിന്ന് കാത്തിരിക്കുന്നത്. പോരാത്തിന് പാരഞ്ജിത്താണ് സംവിധാനം ചെയ്യുന്നത്. സോ ഡയറക്ടർ എന്ന രീതിയിലും ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. സോ ഇവിടെ ഈ സംഭവം നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ലുക്കിൽ ഒന്നും പ്രത്യേകിച്ച് ഒരു ഞെട്ടലോ കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇത് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അത് തന്നെയാണ് തന്നിട്ടുള്ളത്. പിന്നെ നമ്മളെ സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലല്ലെങ്കിലും കർണാടകത്തിലെ കഥയൊക്കെയാണ് പറയുന്നത്, KGF കഥയാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ, മൈനിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഈ ലുക്ക് കാണുമ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ ഈ തമിഴ്നാടായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ അവിടെയൊക്കെ ചില ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് പോലുള്ള സ്ഥലങ്ങളിലെ ഗ്രാമങ്ങളിലൊക്കെ ചില ഗ്രാമത്തലവന്മാർ അല്ലെങ്കിൽ അവിടെ കുറച്ച് ഏജുള്ള ഗ്രാൻഡ് സെറ്റപ്പിലുള്ള ആളുകളുടെയൊക്കെ ഒരു ലുക്ക് ഉണ്ടല്ലോ, ആ തലയെക്കെട്ടും പരിപാടിയൊക്കെ അങ്ങനെ പെട്ടെന്ന് ഫീൽ ചെയ്തു. പിന്നെ നോട്ടം, ലുക്ക്, ആ മൂക്ക് സ്കെൽറ്റായിട്ട് ഇവിടെ ഈ നോസിൽ പോലും നമുക്ക് ആ സ്കെൽറ്റായിട്ടുള്ളത് അറിയാം. തടി കുറഞ്ഞ് നീണ്ടു കിടക്കുന്ന മൂക്കും അവിടെ ഇട്ടിരിക്കുന്ന ആ ഒരു കടുക്കനല്ലോ പറയാ, ഇതിനെന്താ പറയാ, ആ ഒരു വട്ടം നമ്മുടെ സലാറിലെ പോലെ അതൊക്കെ കാണുമ്പോൾ ഭയങ്കരം തന്നെയാണ്. എന്തായാലും ചെയ്യാൻ എക്സൈറ്റിംഗ് ടൈംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ആവട്ടെ, നമുക്ക് കണ്ടു ഞെട്ടാനുള്ളതാണ്. അടുത്ത ആനന്ദ് ശ്രീബാല, അർജുൻ അശോകന്റെ ഏറ്റവും പുതിയതായിട്ട് വരാൻ പോകുന്ന സിനിമ, അതിന്റെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതാണ് സംഭവം. ഇതിലും പ്രത്യേകിച്ച് കുറെ ഒന്നും പറയാനില്ല, സാധാരണ നോർമൽ ഒരു പോസ്റ്റ് പോലെ എനിക്ക് തോന്നിയത്. പിന്നെ നടന്മാരും നടിമാരായിട്ട് പറയുകയാണെങ്കിൽ കുറെ ആളുകളുണ്ട്. ധ്യാനുണ്ട്, സിദ്ദീഖ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറെ ആളുകളുണ്ട്, ജോർഗീസ് ഉണ്ട്, അങ്ങനെ എല്ലാവരും. പിന്നെ നമ്മുടെ നായകനെ അറിയുള്ളൂ, പിറകിൽ എനിക്ക് പേരെന്റെ വായിലുണ്ട്, കിട്ടുന്നില്ല. അറിയുന്ന ആളുകൾ തീർച്ചയായിട്ടും കമല് രേഖപ്പെടുത്തുക. പുള്ളി പഴയ നടിയാണ്. എന്തായാലും പോസ്റ്റിൽ പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല, ഒരു പോസ്റ്റ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ സിനിമയുടെ കഥ എങ്ങനെയാണ് വരുന്നതെന്നും അറിയില്ല, അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ ചകഞ്ഞു നോക്കിയില്ല. കാരണം ഞാൻ അപ്ഡേറ്റിൽ ഉൾപ്പെടുത്തി മാത്രമേ, ഞാൻ അത്ര കാത്തിരിക്കുന്ന ഒരു സിനിമയല്ല. എന്തായാലും നിങ്ങൾ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. ഇനി പറയാനുള്ളത്, കുറുവാച്ചൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറായിട്ട് നമ്മുടെ സുരേഷ് ഗോപി വരുന്നുണ്ട് എന്നുള്ളത് കുറെ മുമ്പ് വന്നിട്ടുള്ള ഒരു സംഭവമാണ്. പുള്ളി എന്താ പറയാ, പല സ്ഥലങ്ങളിലും പോവുകയും MP ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ എന്താ ഈ രാജ്യസഭയിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് പോലും പുള്ളിന്റെ താടിനെ കുറിച്ച് ചോദിക്കും, അത് സിനിമയ്ക്ക് വേണ്ടിയാണെന്ന് പുള്ളി പറയുകയും അങ്ങനെ ഒരുപാട് കാത്തിരുന്നിട്ടുള്ള ഒരു സിനിമയാണ്. പുള്ളി തന്നെ പേഴ്സണലി കാത്തിരുന്നുള്ള സിനിമയാണ്. പക്ഷെ അത് ഇങ്ങനെ നീണ്ട് 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 പൃഥ്വിരാജിന്റെ കടുവ വന്നു. അതിൽ ആ കറുവാച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടറും ഇതും തമ്മിൽ പല കോൺട്രവേഴ്സികളും ഉണ്ടായി. അത് ഈ സ്റ്റോറിയാണ് ആ സ്റ്റോറിയാണ്, രണ്ടും സെയിം ആണെന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടായി. അതിനിടയിൽ ഒറിജിനൽ ആയിട്ടുള്ള പുള്ളിക്കാരൻ കേസ് കൊടുത്തു. അങ്ങനെയൊക്കെ പല വിഷയങ്ങൾ ഈ സിനിമയുടെ പിറകിൽ നടന്നിട്ടുണ്ട്. അവസാനത്ത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു കേട്ടു. അത് ഒരു പ്രാവശ്യം ലൈവായിട്ട് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയാണെങ്കിൽ എനിക്ക് കാത്തിരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിരുന്നു. എനിവേ, വീണ്ടും ഈ ഒരു കുറുവച്ചനാകാൻ ഒരുങ്ങി സുരേഷ് ഗോപി എന്നാണ് പറയുന്നത്. സുരേഷ് ഗോപിയുടെ 250ാമത്തെ ചിത്രമായ
ഒറ്റക്കൊമ്പൻ ജൂലൈയിൽ പുനരാരംഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നവാഗതനായ മാത്യൂസ് തോമസ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ മറ്റ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്രാവശ്യം ഉറപ്പായിട്ടും സിനിമ വരും എന്നുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. ഇനി പറയാനുള്ളത് കണ്ണപ്പ എന്ന് പറഞ്ഞുള്ള സിനിമ. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ഇന്നലെ ചെയ്ത അപ്ഡേറ്റിലും കണ്ണപ്പ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും 1 day to go. ഇതിന്റെ ട്രെയിലർ ഒരൊറ്റ ദിവസമേ ഉള്ളൂ. ജൂലൈ 14 തീയതി ട്രെയിലർ വരും. വൈകിട്ട് 7 മണിക്കാണെന്നും 6 മണിക്കാണെന്നും പറയുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് ഇവർ ടൈം പുറത്ത് വിട്ടിട്ടില്ല. ഇപ്പൊ തന്നിട്ടുള്ളതിലും ഒരു അതിലെ വിഷ്ണു എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ അതിലെ ആ നായകൻ, പുള്ളിക്കാരൻ ഈ അമ്പും പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു സാധനം തന്നെയാണ് കാണാനുള്ളത്. എന്തായാലും പുറകിൽ സൂര്യനുണ്ട്. ആ കാട് തന്നെയാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, മഹാഭാരതമായിട്ട് ബേസ് ചെയ്ത് വരുന്ന സിനിമയാണ്. വളരെ എപ്പിക് എന്ന് പറയുന്ന രീതിയിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്ന സിനിമയൊക്കെയാണ്. ലാലേട്ടനുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ലാലേട്ടന്റെ ക്യാരക്ടർ എന്താവും എന്നുള്ളതിനെ കുറിച്ചൊന്നും ഒഫീഷ്യലി ഒന്നും വന്നിട്ടില്ല. പല ആളുകളും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്ന് മാത്രം. പിന്നെ ഭോയപതി ശ്രീനു അറിയാലോ, തെലുങ്കിലെ കന്നഡയിലെ എന്തായാലും അവിടുത്തെ ഭയങ്കര ഡയറക്ടറാണ്. പുള്ളിക്കാരന്റെ ഏറ്റവും പുതിയ സിനിമയിൽ ബാലയ്യ, ജയ് ബാലയ്യ അങ്ങനെ പറയണം, പുള്ളിക്കാരനാണ് നായകനായിട്ട് വരുന്നത്. BB4 എന്ന താൽക്കാലിക പേര് നൽകിയിരിക്കുന്ന സിനിമ ഒരുങ്ങുന്നത് ബിഗ് ബഡ്ജറ്റിലാണ്. സിംഹ, ലെജൻഡ്, അഖണ്ഡ എന്നീ ചിത്രങ്ങൾക്കായാണ് മുൻപ് ഭോയപതി ശ്രീനുവും ബാലയും ഒരുമിച്ചത്. സോ മറ്റൊരു മാസ് ബാലയ്യ പടം നമുക്ക് കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോ ലാസ്റ്റ് പറയാനുള്ള അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. കൽക്കി 2898 AD അതിന്റെ ട്രെയിലർ കണ്ടു, ബുജ് എന്ന് പറഞ്ഞുള്ള ഗ്ലിംസ് കണ്ടു, മറ്റ് പോസ്റ്ററുകൾ കണ്ടു, ഞെട്ടി. ഒരു ഡൗട്ടും ഇല്ല. 600 കോടി എന്ന് പറയുമ്പോൾ അതിൽ 500 കോടിയും ഒരു പക്ഷേ VFX വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് തോന്നുന്ന രീതിയിൽ അത്രമാത്രം കിഡ്ലൻ മേക്കിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അത്രയൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അതിൽ നായകന്മാർക്കും മറ്റ് വലിയ വലിയ നടന്മാരുണ്ട്. വില്ലനായിട്ട് വരുന്ന കമൽഹാസനാണ്. കിഡ്ലൻ ലുക്കിലാണ് തുടങ്ങി ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ വലിയ ബജറ്റിൽ അവർക്ക് തന്നെ ചിലവായിട്ടുണ്ടാവും. എന്നാൽ പോലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ള വിഷ്വൽസ് ആണ് നമുക്ക് ഈ ട്രെയിലറിൽ അടക്കം കാണാൻ സാധിച്ചിട്ടുള്ളത്. അതായത് ഹോളിവുഡിനോട് കിടപിടിക്കുന്ന രീതിയിൽ എന്ന് നമുക്ക് പറയാം. ഒരു ഇന്ത്യൻ സിനിമ നമ്മുടെ ലിമിറ്റേഷൻസ് ഒക്കെ വെച്ച് അത്ര നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൽ ആത്മാർത്ഥമായ സന്തോഷമുണ്ട്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇതിനേക്കാൾ ഉപരി മലയാളികൾ ഇതിൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ DQ, നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ വരുന്നുണ്ടോ എന്നുള്ളത്. പലപ്പോഴായി പല രീതിയിൽ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ടെങ്കിലും ഒഫീഷ്യലി യാതൊരു അനൗൺസ്മെന്റും അതിനെക്കുറിച്ച് വന്നിട്ടില്ല. നാനിനെ കുറിച്ചാണെങ്കിലും ശരി, DQനെ കുറിച്ചാണെങ്കിലും ശരി. ഇപ്പൊ ഫൈനലി ഇന്നലെ DQ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. വേഫറർ ഫിലിംസ് ആണ് ഇത് കേരളത്തിൽ എത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് DQ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കേരള ഡിസ്ട്രിബ്യൂഷൻ ബൈ വേഫറർ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ്. ഇതാണ് സംഭവം. ഇത് കണ്ടു കഴിഞ്ഞാൽ, ആ നായികനെ കണ്ടു കഴിഞ്ഞാൽ പക്ക ഡൂൺ നമുക്ക് ഫീൽ ചെയ്യും. ഇത് പലപ്പോഴായി പലവട്ടം ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ അമിതാഭിന്റെ ക്യാരക്ടർ കാണുമ്പോൾ നമുക്ക് ചെറിയൊരു ഡൂണൊക്കെ അടിക്കും. പക്ഷെ ഡൂണായിട്ടൊരു ബന്ധമില്ല എന്നാണ് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. എന്തായാലും താഴെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: Embark on a journey into the future with Kalki 2898 AD. We are thrilled to announce that the long-awaited film of the year, Kalki 2898 AD, will be hitting theaters in Kerala, courtesy of Wayfarer Films. പിന്നെ മലയാളം ട്രെയിലറിന്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്ര കാര്യങ്ങളാണ്. ഇതിന്റെ കമന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ, കമന്റിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു കാര്യമാണ് ക്യാമിയോ, 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 വെയിറ്റിംഗ് ഫോർ യുവർ സ്ക്രീൻ പ്രസൻസ്, വെയിറ്റിംഗ് ഫോർ യുവർ അനൗൺസ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് കമന്റ്സ് നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഏറ്റവും കൂടുതൽ ഒരു 90% കമന്റും വന്നിരിക്കുന്നത് ക്യാമിയോ ഉണ്ടോ, ക്യാമിയോ, 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 4 തീ, ഇത് തന്നെയാണ് കാണാനുള്ളത്. അപ്പൊ എല്ലാവരും മോസ്റ്റ് അവൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ ഇനി വരാനുള്ള സിനിമകളിൽ ഇത് തന്നെ ആയിരിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്നത് DQ ഉണ്ടോ, അദ്ദേഹത്തിന്റെ ക്യാമിയോ ഉണ്ടോ എന്നുള്ളതാണ്. അത് മലയാളികൾ മാത്രമല്ല, പിന്നെ ഈ വൈജയന്തി ഫിലിംസ് എന്ന് പറയുന്ന അവരാണ് സീതാരാമൻ എന്ന് പറഞ്ഞുള്ള സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് പ്രൊഡ്യൂസ് ചെയ്തത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അവരായിട്ടുള്ള കണക്ഷൻ അത്രയും വലുതാണ്. അപ്പോൾ ഇതിൽ പുള്ളിക്കാരൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് മലയാളികളായിട്ടുള്ള ആരാധകർ അടക്കം കാത്തിരിക്കുന്നത്. മലയാളികളായിട്ടുള്ള ആരാധകർ അടക്കം എന്ന് ഞാൻ പറയാൻ കാരണം, പുള്ളിക്ക് മലയാളികളെ പോലെ തന്നെ ആരാധകരുണ്ട് തെലുങ്കിലും തമിഴിലും ഒക്കെ. അവിടെയൊക്കെ നല്ല നല്ല പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഉദാഹരണമാണ് സീതാരാമം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. സോ എന്തായിരിക്കും, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? DQ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടാവുമോ? എനിക്ക് തോന്നുന്നത് തീർച്ചയായും DQ ഉണ്ടാവും തന്നെയാണ്. കാരണം ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ കൈ ഇങ്ങനെ ഒരു വീണ് കിടക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഒരു 4-5 പട്ടാളക്കാരെ പോലെ തോന്നുന്ന കുറച്ച് ആളുകൾ ഈ തോക്കും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതിൽ ഒരാൾ DQ, ഒരാൾ നാനി എന്നുള്ള രീതിയിലാണ് ഡീകോഡിങ് ഒക്കെ വന്നിട്ടുള്ളത്. വലിയ വലിയ അറിവുള്ള ആളുകളൊക്കെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ കാണുമ്പോൾ പേഴ്സണലി നമുക്കും തോന്നും, പുറകിൽ നിന്ന് ഇങ്ങനെയാണെങ്കിലും DQന്റെ ഒക്കെ രൂപം കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. സോ അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. എനിവേ ഞാനും കാത്തിരിക്കുന്നു സിനിമയിൽ DQന്റെ സ്ക്രീൻ പ്രസൻസിനായി.
മൊത്തത്തിൽ ആ സിനിമയ്ക്കായിട്ട് തന്നെ. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ഈ അപ്ഡേറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ് ഏതാണെന്നുള്ളതും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കാതെ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും കാണുന്നവരെ